വിശദമായ വാർത്തയിലേക്കാണ്. തൃശൂർ വടക്കാഞ്ചേരിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് മുസ്ലിം ലീഗ് സ്വതന്ത്രന് പണം വാഗ്ദാനം ചെയ്തെന്ന പരാതി. സിപിഐഎം സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ ലീഗ് സ്വതന്ത്രനായ EU ജാഫറിന് 50 ലക്ഷം രൂപയുടെ ഓഫർ ലഭിച്ചുവെന്ന് KPCC സെക്രട്ടറി അനിൽ അക്കരയാണ് പരാതിയുമായി വിജിലൻസിനെ സമീപിച്ചത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലും നാണിപ്പിക്കുന്ന വിധമാണ് വടക്കാഞ്ചേരിയിലെ കുതിരക്കച്ചവടമെന്നും അന്തസ്സുണ്ടെങ്കിൽ CPM സ്ഥാനങ്ങൾ രാജിവെക്കണമെന്നും DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. അതേസമയം ജനവിധി അംഗീകരിക്കുന്ന നിലപാടാണ് തങ്ങളുടേതെന്നും LDF ആരെയും ചാക്കിട്ട് പിടിക്കില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. തൃശൂർ ജില്ലയിലുണ്ടായ തുടർച്ചയായ വിവാദങ്ങളിൽ പ്രതിസന്ധിയിലായി നിൽക്കുമ്പോൾ കോൺഗ്രസിന് വീണ് കിട്ടിയ വള്ളിയാവുകയാണ് വടക്കാഞ്ചേരിയിലെ കോഡ് ആരോപണം. മുസ്ലിം ലീഗ് സ്വതന്ത്ര അംഗമായിരുന്ന EU ജാഫർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായി വോട്ട് ചെയ്യുകയും പിന്നീട് പഞ്ചായത്ത് അംഗത്വം രാജിവെക്കുകയും ചെയ്തിരുന്നു. 7 സീറ്റുകളുമായി LDFും UDFും തുല്യനിലയിലായ ബ്ലോക്കിൽ ജാഫറിന്റെ വോട്ട് കൂടി ലഭിച്ചതോടെ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV നഫീസ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതിനു പിന്നാലെ കോൺഗ്രസ് നേതാവ് PI ഷാനവാസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് KU ജാഫറിന് 50 ലക്ഷം രൂപയുടെ ഓഫർ ലഭിച്ചതായുള്ള വിവരം പുറത്തുവരുന്നത്. ഞാൻ അങ്ങനെയല്ലല്ലോ, സ്വതന്ത്രനാണ് പ്രസിഡന്റ്, അല്ലാതെ CPM അല്ല പ്രസിഡന്റ്. അപ്പൊ അതുകൊണ്ടാ പറയുന്നത്. ഞാൻ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ്. ഞാനേ എന്റെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ്. ഇവിടെ 50 ലക്ഷമാണ് ഇപ്പൊ ഓഫർ കൊടുക്കും, 1-2 റുപ്യല്ല. ഇതൊക്കെ ഇയാണെങ്കിൽ എന്റെ കണ്ണ് മഞ്ഞടിക്കും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഈ എന്താ വിചാരിച്ച് പ്രസിഡന്റ് എന്ന് പറയുമ്പോ? അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുമ്പോ അതിന്റെ പവർ എന്താന്ന് നടക്കല്ലോ അറിയാം. ഇതാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ കൂടെ നിന്നാ അത് നറുക്കെടുത്താലേ കിട്ടുള്ളൂ. ഇതാകുമ്പോ ഒന്നും അറിയണ്ട, നമ്മളവിടെ പോയിരുന്ന് കസേരയിൽ കയറിയിരുന്നാ മതി. വള്ളത്തോൾ നഗർ ബ്ലോക്ക് പ്രസിഡന്റായ PI ഷാനവാസിന്റെ ഫേസ്ബുക്കിലൂടെ പുറത്തുവന്ന ശബ്ദരേഖ അടിസ്ഥാനമാക്കി KPCC സെക്രട്ടറി അനിൽ അക്കരയാണ് വിജിലൻസിനെ സമീപിച്ചത്. എന്നാൽ സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കാത്ത ജാഫർ പൊതുസേവകനെന്ന വിഭാഗത്തിൽ പെടാത്തതിനാൽ പരാതിയിൽ അന്വേഷണം നടത്താനാകുമോ എന്ന് വിജിലൻസ് പരിശോധിക്കുകയാണ്. ഇക്കാര്യത്തിൽ തിങ്കളാഴ്ചയോടെ തീരുമാനമുണ്ടാകുമെന്നും തങ്ങൾക്ക് പരാതി അന്വേഷിക്കാനായില്ലെങ്കിൽ പോലീസിന് കൈമാറുമെന്നുമാണ് ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അതേസമയം കോടവിവാദം ഏറ്റെടുത്ത് ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് UDF. മൊത്തത്തിൽ കുതിരക്കച്ചവടം നടത്തി ഇത് ഈ സംസ്ഥാനത്തെ മുഴുവൻ ഭരണ സംവിധാനം, അധികാരങ്ങൾ മുഴുവൻ അവരിലേക്ക് കേന്ദ്രീകരിപ്പിക്കാനുള്ള വലിയ ഗൂഢശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്. ഉത്തരേന്ത്യയിൽ മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആ സംസ്കാരം CPM ഇന്ന് ഈ സംസ്ഥാനത്തേക്കും കൂടെ എടുത്തിരിക്കുന്നു. ഇത് CPMന്റെ ഉന്നതമായ നേതൃത്വം അറിയാതെ നടക്കില്ല. അങ്ങനെ 50 ലക്ഷം കൊടുത്തും ആ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം പിടിക്കേണ്ടുന്ന രാഷ്ട്രീയ സാഹചര്യം എന്താണ്? വടക്കാഞ്ചേരി MLAയും വടക്കാഞ്ചേരിയിൽ തന്നെ മറ്റൊരു ഉന്നതനായ മറ്റൊരു MLA കൂടിയായ നേതാവും വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് വിമർശനങ്ങൾ തള്ളിയ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഒരു അവസരവാദ നിലപാടും LDF സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. വടക്കാഞ്ചേരി വിഷയം വാർത്തകളെ വഴിതിരിച്ചുവിടാനുള്ള അഭ്യാസമാണെന്ന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ വിമർശിച്ചു. മറ്റത്തൂരും ചൊവ്വന്നൂരും പാറളവും ഒക്കെ തെളിഞ്ഞ വർഗീയ കൂട്ടുകെട്ടിൻ്റെ നിലപാട് നിൽക്കുമ്പോൾ കോൺഗ്രസ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ദുഷ്പ്രചാരണങ്ങൾ തിരിച്ചറിയണം. അത്തരത്തിലുള്ള വാദങ്ങളൊന്നും യാഥാർത്ഥ്യമല്ല, വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിയ രീതിയിലുള്ള ഈ പ്രവണത, ഉത്തരേന്ത്യൻ പ്രവണത കേരളത്തിൽ ഇല്ലാതിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയിലോ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ ഏതെങ്കിലും ഒരു ബ്ലോക്ക് പഞ്ചായത്തിലോ ആരെയെങ്കിലും ചാക്കിട്ട് പിടിച്ച് പ്രസിഡന്റാക്കി ആ ഭരണ സംവിധാനത്തെ കൈക്കലാക്കേണ്ടുന്ന ഒരു തരത്തിലുള്ള ത്വരയും CPIMനില്ല. അതാണ് അടിസ്ഥാനപരമായ കാര്യം. കുതിര കച്ചവടം ഇല്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പത്രസമ്മേളനത്തിൽ പരസ്യം പറഞ്ഞാണ്. കോൺഗ്രസ് ഐക്കാർ പൂർണ്ണമായിട്ട് BJP ചേർന്ന് ഭരണം പിടിച്ച അനുഭവം കേരളത്തിലുണ്ട്. ഞങ്ങൾക്ക് 8 സീറ്റുണ്ട്. ആ 8 സീറ്റ് മറികടക്കാൻ വേണ്ടി നടത്തിയ പണിയായത്. അങ്ങനെയുള്ള നിലപാട് ഞങ്ങളില്ല. തങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്ന ജാഫറിനെ ദിവസങ്ങൾക്ക് മുമ്പ് സസ്പെൻഡ് ചെയ്തിരുന്നുവെന്നും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തക്കതായ ശിക്ഷ അനുഭവിക്കണമെന്നാണ് നിലപാടെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA റഷീദ് പറഞ്ഞു. തികച്ചും ജനാധിപത്യ വിരുദ്ധം എന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്ത് BJPയും മറ്റു സംഘങ്ങളും നടത്തിയിരുന്ന വോട്ട് കച്ചവടം പോലെ തന്നെ മറ്റൊരു നാണം കെട്ട കച്ചവടമാണ് നടന്നത് എന്ന് ബോധ്യപ്പെടുന്നു. ആ കാര്യത്തിൽ തക്കതായ ശിക്ഷ അദ്ദേഹം അനുഭവിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം.
അതേസമയം വിഷയം ഏറ്റെടുത്ത ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാനാണ് UDFിന്റെ തീരുമാനം. എന്നാൽ KV നഫീസ അടക്കമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികൾ രാജിവെക്കണമെന്ന കോൺഗ്രസും ലീഗും ആവശ്യപ്പെടുമ്പോൾ അതിനെ പൂർണ്ണമായി തള്ളുകയാണ് CPIM ഉം LDFും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.